आदाब अर्ज प्यारे दोस्तों, परवाज मीडिया पेश कर रहा है सरमाए उर्दू SSLC मॉडल इम्तिहान के पर्चे सवालात का तज्जियाती व तबस्सुराजाती प्रोग्राम में आप सबका खैर मकदम है. നമസ്കാരം പ്രിയ കൂട്ടുകാരെ, പർവാസ് മീഡിയയുടെ സർമായെ ഉറുദു എന്ന SSLC മോഡൽ പരീക്ഷ ഉറുദു ചോദ്യപേപ്പർ അവലോകന വിശകലന പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് ചോദ്യപേപ്പറിൻ്റെ പൊതുവായ സ്വഭാവവും നിർദ്ദേശങ്ങളും 1 മുതൽ 12 വരെയുള്ള വസ്തുനിഷ്ഠ മാതൃകയിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നാം വിശദീകരിക്കുകയുണ്ടായല്ലോ. രണ്ടാം ഭാഗത്ത് 13 മുതൽ 22 വരെയുള്ള 3 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളും അവയ്ക്ക് എഴുതാവുന്ന ഉത്തര മാതൃകകളും പരിശോധിക്കാം. ഈ വിഭാഗം ചോദ്യങ്ങൾക്ക് 3-4 വാചകത്തിൽ ഉത്തരമെഴുതേണ്ടതാണ്. ഭാഗം 1-ലെ വിശദീകരണത്തിൽ നിന്ന് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമല്ലോ. ഇനി നമുക്ക് 3 മാർക്കിൻ്റെ വിവരണാത്മക ചോദ്യങ്ങൾ അവലോകനം ചെയ്ത് വിശകലനം ചെയ്യാം. ചോദ്യം 13. गोविंद एक मेहनती किसान है. वो खेत में मुख्तलिफ तरकारियां और फल उगाते हैं. बच्चों, अगर आपको उनसे मिलने का मौका मिला तो क्या क्या सवाल करेंगे? 3 सवालात तैयार कीजिए. യൂണിറ്റ് 3 പാഠഭാഗം 8 മിട്ടി കി സൂന്ധി ഖുഷ്ബു എന്നത് ഒരു സംഭാഷണമാണ്. നന്നായി അധ്വാനിക്കുന്ന കർഷകനായ ഗോവിന്ദൻ തൻ്റെ വയലിൽ വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മറ്റും കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടുമുട്ടാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക? 3 ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. കൃഷിയുമായും അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളുമായും ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. എത്ര വർഷമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നും എന്തെല്ലാമാണ് കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നും കൃഷി എങ്ങനെ നടന്നു പോകുന്നു എന്നുമെല്ലാം ചോദിക്കാം. കൂട്ടുകാരുടെ വിഷയപരിചയവും ഭാഷാ പ്രയോഗ ശേഷിയുമനുസരിച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഈ ചോദ്യത്തിന്റെ മാതൃക ഉത്തരമായി 3 ചോദ്യങ്ങൾ ഇങ്ങനെ തയ്യാറാക്കാം. ഗോവിന്ദ് ചാച്ചാ, आप कितने साल से खेती बाड़ी कर रहे हैं? आपके खेत में क्या क्या उगाते हैं? आपकी खेती कैसी चल रही है? ചോദ്യ നിർമ്മാണം സംഭാഷണ ശേഷിയുടെ അടിസ്ഥാന പടിയാണ്. ചോദ്യം 14. साजन एक गरीब लड़का था. सेमिनार में हिस्सा लेने के लिए अल्ताफ ने उसको नए कपड़े दिए थे. बच्चों, आपके गांव में भी साजन की तरह गरीब बच्चे होंगे. उनकी मदद के लिए हम क्या क्या कर सकते हैं? अपने ख्यालात लिखिए. യൂണിറ്റ് 1 പാഠഭാഗം 2 മെഹനത്ത് രംഗ് ലായി എന്ന ആപ് ബീത്തിയിൽ നിന്നുള്ളതാണ് ഈ ചോദ്യം. ദരിദ്രനായ സാജൻ എന്ന കുട്ടിയെ സ്കൂളിലെ സെമിനാറിൽ പങ്കെടുക്കാൻ പുതുവസ്ത്രങ്ങൾ നൽകി കൂട്ടുകാരൻ അൽത്താഫ് സഹായിച്ച കാര്യത്തെ മുൻനിർത്തിയാണ് നമ്മോട് ചോദ്യം ഉന്നയിക്കുന്നത്. സാജനെ പോലെ നിങ്ങളുടെ ഗ്രാമത്തിലും ദരിദ്രരായ കുട്ടികൾ ഉണ്ടാകുമല്ലോ. അവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാനാകും എന്നതിനെക്കുറിച്ച് കൂട്ടുകാരുടെ ചിന്തകളും അഭിപ്രായങ്ങളുമാണ് എഴുതേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ആമുഖമായി ചോദ്യത്തിലുള്ള ചില പരാമർശങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ മാതൃകാ ഉത്തരം നോക്കാം. हमारे आसपास भी साजन जैसे गरीब बच्चे हैं. उनकी सहूलियात में बहुत सी कमी महसूस होती है. इसलिए हम उन बच्चों की बहुत कुछ मदद कर सकते हैं. उनके लिए पढ़ने के सामान खरीद कर दे सकते हैं. खाने पीने की चीजें दे सकते हैं. पहनने के लिए कपड़े भी दे सकते हैं. ചോദ്യം 15. सवा सेर गेहूं प्रेमचंद की मशहूर कहानी है. ए बच्चों, इस कहानी के 2 किरदारों के नाम लिखिए. बी पसंदीदा एक किरदार के बारे में 3 जुमले लिखिए. യൂണിറ്റ് 3 പാഠഭാഗം 9 സവാ സേർ ഗേഹു എന്ന കഥയിൽ നിന്നുള്ള ഒരു സുപ്രധാന ചോദ്യമാണിത്. ഈ കഥ മുൻഷി പ്രേംചന്ദിൻ്റെതാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് എ, ബി എന്നീ ഉപചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. കഥയിലെ 2 കഥാപാത്രങ്ങളുടെ പേരെഴുതുക. ഇഷ്ടപ്പെട്ട ഒരാളെക്കുറിച്ച് 3 വാചകങ്ങൾ എഴുതുക.
കഥയിൽ പ്രത്യക്ഷരായിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരെഴുതുകയാണ് നല്ലത്. ഈ കഥയിൽ ശങ്കർ, മഹാത്മാ, പുരോഹിത് എന്നിവരാണ് സജീവ കഥാപാത്രങ്ങൾ. ഇവരിൽ 2 കഥാപാത്രങ്ങളുടെ പേരെഴുതാം. ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂട്ടുകാരുടെ കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളുമൊക്കെ എഴുതാവുന്നതാണ്. ഈ ചോദ്യത്തിന്റെ മാതൃകാ ഉത്തരം നോക്കാം. എ. शंकर और पुरोहित इस कहानी के 2 अहम किरदार हैं. बी. कहानी सवा सेर गेहूं में शंकर मेरा पसंदीदा किरदार है क्योंकि वो एक गरीब किसान और सच्चा इंसान है. वो मेहनती भी है. पुरोहित के इस्तेहसाल का शिकार बनकर उसकी जिंदगी गुलामी में खत्म हो गई थी. ചോദ്യം 16. इबारत गौर से पढ़िए. इशारों की मदद से 3 सवालात तैयार कीजिए. निदा फाजली उर्दू के जदीद शायर, नावल निगार और फिल्मी गीतकार हैं. 1938 ईस्वी को उनकी पैदाइश दिल्ली में हुई. उनकी शायरी की जबान आसान और आम फहम है. खोया हुआ सा कुछ, दुनिया मेरे आगे, दीवारों के बाहर वगैरह उनके अहम कारनामे हैं. 2016 ईस्वी को मुंबई में उनका इंतकाल हुआ. इशारे कौन, कहां, क्या क्या, कब, कैसी. യൂണിറ്റ് 1 പാഠഭാഗം 4 ഗരീബോं का മസീഹ എന്ന കവിതയുമായി ബന്ധപ്പെട്ട് കവിയുടെ ജീവചരിത്ര കുറിപ്പ് തന്നിരിക്കുന്നു. അതിൽ നിന്ന് 3 ചോദ്യങ്ങൾ തയ്യാറാക്കണം. ചോദ്യ നിർമ്മാണത്തിനായി 5 ചോദ്യ പദങ്ങൾ സഹായമായി നൽകിയിട്ടുണ്ട്. മാതൃകാ ഉത്തരം നോക്കാം. निदा फाजली कौन है? निदा फाजली की पैदाइश कहाँ हुई? निदा फाजली की शायरी की जबान कैसी है? ചോദ്യം 17. बीमारों के बिस्तर पर सोता था खुदा उसका, लाचारों के चेहरों से रोता था खुदा उसका. ए. ये किस नज्म का शेर है? बी. बच्चों, मदर तेरेसा के बारे में आप क्या जानते हैं? 3 जुमले लिखिए. യൂണിറ്റ് 1 പാഠഭാഗം 4 ഗരീബോं का മസീഹ എന്ന കവിതയുമായി ബന്ധമുള്ള ചോദ്യം തന്നെയാണ് ഇതും. കവിതയിൽ മദർ തെരേസയെ പ്രശംസിക്കുന്നതാണ് ആശയം. കവിതയിലെ ഒരു ഈരടി തന്നിരിക്കുന്നു. 2 ഉപചോദ്യങ്ങളിലായി ഇത് ഏത് കവിതയിലെ ഈരടിയാണെന്നും മദർ തെരേസയെക്കുറിച്ച് 3 വാചകങ്ങൾ എഴുതുവാനും യഥാക്രമം ചോദിച്ചിരിക്കുന്നു. തന്നിരിക്കുന്ന ഈരടിയിൽ തന്നെ 2 കാര്യങ്ങൾ മദർ തെരേസയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പദ്യത്തിൽ നിരവധി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുമുണ്ട്. ഉത്തരത്തിൽ മദർ തെരേസയെക്കുറിച്ച് കൂട്ടുകാർക്കറിയാവുന്ന മറ്റു കാര്യങ്ങളും എഴുതാവുന്നതാണ്. ഉത്തരമാതൃക നോക്കാം. എ. ये गरीबों का मसीहा नज्म का शेर है. बी. मदर तेरेसा एक समाजी खिदमतगार थीं. उन्होंने अपनी जिंदगी बीमारों और लाचारों की खिदमत के लिए वक्फ कर दी थी. वो गरीबों का मसीहा के नाम से मशहूर थीं. उनको अमन के सिलसिले में नोबेल प्राइज मिला है. ചോദ്യം 18. मेरे शौहर के इंतकाल के वक्त साजन की उम्र 8 साल और मालती की उम्र 5 साल की थी. लक्ष्मी अपनी कहानी अखबार वालों को सुनाने लगी. बच्चों, आप भी जिंदगी का कोई वाकया याद करके लिखिए. कम से कम 4 जुमले. യൂണിറ്റ് 1 പാഠഭാഗം 2 മെഹനത്ത് രംഗ് ലായി എന്ന ആ ബീതിയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ഈ ചോദ്യം. ലക്ഷ്മി തന്റെ ജീവിതത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പറയുന്ന ചില കാര്യങ്ങൾ ചോദ്യത്തിന്റെ ആമുഖമായി തന്നിരിക്കുന്നു. എന്നാൽ കൂട്ടുകാരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഹൃദയഹാരിയായ ചെറു സംഭവം കുറഞ്ഞത് 4 വാചകങ്ങളിൽ എഴുതാനാണ് ചോദ്യത്തിലെ നിർദ്ദേശം. ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരു ജീവിതാനുഭവ കുറിപ്പ് 4 വാചകങ്ങളിൽ ഒതുക്കുക എന്നതാണ് ആദ്യത്തെ വെല്ലുവിളി. 3 മാർക്ക് മാത്രമുള്ള ഇതിനു വേണ്ടി ധാരാളം സമയം കളയേണ്ട കാര്യമില്ല. എഴുതുന്ന കുറിപ്പിൽ സംഭവത്തിന്റെ തുടക്കവും ഒടുക്കവും സ്വാഭാവികതയും തീർച്ചയായും ഉണ്ടായിരിക്കണം. ഒരു മാതൃകാ ഉത്തരം നോക്കാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായും വ്യക്തിഗതമാണ്. बचपन में मेरे खानदान के माली हालात बहुत कमजोर थे. उस जमाने में उम्दा खाना, बेहतरीन कपड़े वगैरह चीजें सिर्फ ख्वाबों में दस्तयाब थीं. मैं जब 5वीं जमात में पढ़ रहा था
तब मुझे पहली बार पतलून पहनने का मौका मिला। काले रंग का पतलून पहने हुए स्कूल गया तो सबकी नजर मेरी तरफ थी। तब मुझे अपने आप को एक शहजादा जैसा लग रहा था। ചോദ്യം 19 पेड़ फितरत की जान है। पेड़ काटने के खिलाफ गजरी गांव वालों ने एक जुलूस निकालने का फैसला किया है। बच्चों, पेड़ काटने के खिलाफ 3 नारे तैयार कीजिए, जैसे पेड़ लगाओ जान बचाओ। യൂണിറ്റ് 2 പാഠഭാഗം 7 ഖജരി കെ സായമേ എന്ന കഥയെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യം. ഖജരി ഗ്രാമത്തിലെ മരങ്ങൾ വെട്ടുന്നതിനെതിരെ ഗ്രാമവാസികൾ സംഘടിപ്പിക്കുന്ന ജാഥയിൽ ഉപയോഗിക്കാനുള്ള 3 മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കാനാണ് ചോദ്യ നിർദ്ദേശം. ഒരു ഉദാഹരണം സഹായമായി നൽകിയിട്ടുമുണ്ട്. മുദ്രാവാക്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനം ആഹ്വാനം ചെയ്യലോ ഓർമ്മപ്പെടുത്തലോ ആണ്. അതോടൊപ്പം തന്നെ അതിനോട് പൊരുത്തപ്പെടുന്ന പ്രാധാന്യത്തെ വിശദീകരിക്കുകയും വേണം. മാതൃകാ ഉത്തരങ്ങൾ അഥവാ മുദ്രാവാക്യങ്ങൾ നോക്കാം. पेड़ न काटो पेड़ लगाओ पेड़ हमारी दौलत है, पेड़ बचाओ जान बचाओ पेड़ से फितरत जिंदा है, पेड़ लगाओ जान बचाओ पेड़ हमारा जीवन है. ചോദ്യം 20 न दुनिया का गम था न रिश्तों का बंधन, बड़ी खूबसूरत थी वो जिंदगानी. बच्चों, बचपन में दुनिया का कोई गम और रिश्तों का कोई बंधन नहीं है. बचपन के बारे में 4 जुमले ലിഖിയെ. യൂണിറ്റ് 2 പാഠഭാഗം 5 കാഗസ് കി കഷ്തി എന്ന കവിതയിൽ നിന്നുള്ളതാണ് ചോദ്യം. കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പ്രതിപാദിക്കുന്ന ഈരടി തന്നിരിക്കുന്നു. മാത്രവുമല്ല, ഈരടിയിലെ ആശയം എളുപ്പം മനസ്സിലാക്കാവുന്ന തരത്തിൽ തന്നിട്ടുമുണ്ട്. കുട്ടിക്കാലത്തെക്കുറിച്ച് 4 വാചകങ്ങൾ എഴുതാനാണ് നിർദ്ദേശം. അല്പം വിവേകത്തോടെ ഈ ചോദ്യത്തെ സമീപിച്ചാൽ ഉത്തരമെഴുതാൻ അറിയാത്തവർക്കും പകുതി മാർക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ നേടാവുന്നതാണ്. കൂട്ടുകാർ 8ാം ക്ലാസ്സിൽ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വളരെ എളുപ്പമുള്ള പദ്യം പഠിച്ചതുമാണല്ലോ. അതിലെ കാര്യങ്ങൾ കൂടി ഓർത്തെടുത്തെഴുതിയാലും ഇതിന് ഉത്തരമാകുന്നതാണ്. ഉത്തരമാതൃക ഇങ്ങനെയാണ്. ബച്പൻ ബഹുത് പ്യാരാ ജമാനാ ഹെ, बचपन फिक्रों से आजाद जमाना है, बचपन में सबका प्यार मिलता है, बचपन खेलों का जमाना भी है, बचपन की जिंदगी बड़ी खूबसूरत है. ചോദ്യം 21 शहर में आलीशान महल और बड़े बड़े कारखाने होते हैं, लेकिन गांव का मंजर बिल्कुल अलग है. दूर दूर तक फैले हुए खेत और ऊंचे ऊंचे पेड़ों की वजह से गांव की आबो हवा बहुत अच्छी लगती है. बच्चों, ऊपर के जुमले गौर से पढ़िए. शहर और गांव का तज्जिया करके एक नोट लिखिए. യൂണിറ്റ് 3 പാഠഭാഗം 11 ന ധൂപ് സെ പരേശാൻ എന്ന ലേഖനവുമായി ഈ ചോദ്യത്തിന് അടുത്ത ബന്ധമുണ്ടെങ്കിലും യൂണിറ്റ് 2 പാഠഭാഗം 6 യാദ് ആ രഹി ഹെ എന്ന വിവരണത്തോടും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. മേൽ പറയപ്പെട്ട 2 പാഠഭാഗങ്ങളിൽ നിന്നും കൂട്ടുകാർ ആർജിച്ച അറിവുകൾ ഇതിന്റെ ഉത്തരമെഴുതാൻ സഹായകമാകും. ഗ്രാമത്തെയും പട്ടണത്തെയും സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ചോദ്യത്തിന്റെ ആമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഗ്രാമത്തെയും പട്ടണത്തെയും വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് എഴുതാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ചോദ്യത്തെ നന്നായി അപഗ്രഥിച്ചാൽ ഇതിനുത്തരം എഴുതാൻ പ്രയാസപ്പെടേണ്ടി വരില്ല. ഉത്തര മാതൃക പരിശോധിക്കാം. गांव और शहर का माहौल बिल्कुल अलग है. शहर में आबादी ज्यादा हो तो गांव की आबादी अक्सर कम होती है. शहर वालों की जिंदगी जल्दबाजी में गुजर जाती है तो गांव वालों की जिंदगी इत्मीनान और आसानी में गुजर जाती है. शहर के अक्सर लोग कारोबारी में लगे होते हैं, लेकिन गांव के अक्सर लोग खेती बाड़ी में मसरूफ है. गांव की फजा और आबो हवा साफ सुथरी है तो शहर में हर कहीं धुआं और आलूदगी फैल जाती है. ചോദ്യം 22 हर एक त्योहार देश की तहजीब का निशान है. हमारे देश में मुख्तलिफ त्योहार मनाए जाते हैं. ए. बच्चों, हिंदुस्तान के 2 त्योहारों के नाम लिखिए. बी. पसंदीदा एक त्योहार के बारे में नोट लिखिए. യൂണിറ്റ് 5 പാഠഭാഗം 20 ഫൂൽ വാലോं की सैर എന്ന ലേഖനമാണ് ഈ ചോദ്യത്തിനാസ്പദമായ പാഠഭാഗം.
3 മാർക്കുകളുടെ ചോദ്യഗണത്തിലെ ഈ അവസാന ചോദ്യം ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ളതാണ്. എങ്കിലും ചോദ്യം വായിച്ച് മനസ്സിലാക്കാനായാൽ പ്രസ്തുത പാഠഭാഗം പരിചയപ്പെടാതെ തന്നെ കൂട്ടുകാർക്ക് ഇതിനുത്തരം എഴുതാനാകുന്നതാണ്. ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന 2 ആഘോഷങ്ങളുടെ പേരെഴുതി ഇഷ്ടപ്പെട്ട ഒന്നിനെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യ നിർദ്ദേശങ്ങൾ. 6ാം ക്ലാസ്സിൽ ഓണത്തെക്കുറിച്ചും 9ാം ക്ലാസ്സിൽ ദീപാവലിയെക്കുറിച്ചും പാഠഭാഗങ്ങളിലൂടെ അറിവ് നേടിയ നാം മറ്റ് ഉത്സവാഘോഷങ്ങളെക്കുറിച്ചും കുറിപ്പുകൾ തയ്യാറാക്കിയവരാണ്. ആയതിനാൽ ഇതിനുത്തരമെഴുതൽ പ്രയാസകരമല്ലതാനും. ഉത്തര മാതൃകകൾ ഇങ്ങനെയാണ്. എ. दिवाली और ओणम हिंदुस्तान के 2 मशहूर त्योहार हैं. बी. दिवाली एक कदीम हिंदू त्योहार है. हर साल मौसम बहार में दिवाली मनाया जाता है. ये ईद चरागां के नाम से भी मारूफ है. ये त्योहार रूहानी एतबार से अंधेरे पर रोशनी की, जहालत पर इल्म की, बुराई पर अच्छाई की और मायूसी पर उम्मीद की फतह कामयाबी की अलामत है. दीपों के इस त्योहार के मौका पर लोग मीठे मीठे पकवान बनाकर खाते हैं. 3 മാർക്കുകളുടെ വിഭാഗത്തിൽ 27 മാർക്കിനുള്ള 9 ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടതാണ്. 3 മാർക്കിനുള്ള ഒരു ചോദ്യം മാത്രമേ പുറത്തുള്ളൂ. വിവരണാത്മക ചോദ്യങ്ങളിൽ തന്നെ ഉത്തരത്തിലേക്കുള്ള സൂചനകളും ഉത്തരാംശങ്ങളും ഒളിഞ്ഞിരിപ്പുള്ളതിനാൽ ചോദ്യത്തെ ബുദ്ധിപരമായി സമീപിച്ചാൽ ഉത്തരം വളരെ എളുപ്പമാണ്. സർമായ ഉറുദു ചോദ്യപേപ്പർ അവലോകന വിശകലന പരിപാടിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ അവസാന ഭാഗത്തിൽ 23 മുതൽ 30 വരെയുള്ള 4 മാർക്കുകളുടെ ചോദ്യാവലോകനവും വിശകലനവും ക്രോഡീകരണവും കേൾക്കാം. സർമായ ഉറുദു पर्चे सवालात के तज्जियाती व तबस्सुरात जाती प्रोग्राम के आखिरी हिस्से में हम जरूर मिलेंगे. शुक्रिया. खुदा हाफिज.